ഇത്തവണ ഞാൻ പോകുന്നത് സാധനം എടുക്കാൻ മാത്രമല്ല, പിന്നെ ഡോക്ടറെ അന്വേഷിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. ആ, ലോഡ് വന്നാ ഞാൻ ഒന്ന് ഇറക്കി വെക്കട്ടെ. ഞാനും വരട്ടെ? വേണ്ട വേണ്ട, ഞാൻ ഇറക്കിക്കോളാം. ഞാൻ വരാം. എടാ, പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ? ആ ഉണ്ട് കേട്ടോ. അല്ല സോമു ഇല്ല ഏട്ടാ അവിടെ? അവനെ സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി പോയിരിക്കാം. ഗിരേട്ടൻ ഞാൻ സഹായിക്കാം. ഓ, ഒന്നും വേണ്ട. അല്ല ഇപ്പൊ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ചേർന്നാണോ കട നടത്തുന്നത്? പാറു വെറുതെ വന്നാ? അത് ചുമ്മാ പറയാ. ഇനി മുതൽ ഗിരേട്ടനെ സഹായിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനും വരും. അത് നന്നായി. വെയിറ്റ് ലിഫ്റ്റിംഗ്. ഗിരിയേട്ടാ, ഞാൻ സഹായിക്കണോ? നിന്നെ കൊണ്ട് താങ്ങൂല മോനെ, നീ മിണ്ടായിരിക്കും. വേണ്ട, എന്നെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ജിമ്മിൽ 50-ന്റെ 40-ന്റെ കിലോ മാരം എടുത്ത് അമ്മാനാടുന്നവനാണ് നീ, അതല്ലേ പറയാൻ വന്നത്. ഇത് കേട്ട് കേട്ട് മടുത്തിയാൻ. ഇനി ഇതിനെ കുറിച്ച് മിണ്ടിപ്പോരുത് കേട്ടല്ലോ. ശരി, മിണ്ടുന്നില്ല. എന്റെ കരുത്തി ഞാൻ ഇവിടെ കാണിച്ചാ പോരെ? എടാ, നടുവുളിക്ക് നീ ഇവിടെ കടന്നു കഴിഞ്ഞാൽ നിന്നെ എടുത്തോണ്ട് ആശുപത്രി കൊണ്ടുപോകേണ്ട ഞാനാ. എനിക്കിപ്പോ അതിന് സമയമില്ല. നീ ഇങ്ങോട്ട് മാറിയെന്ന്. ചേച്ചി, ചേട്ടൻ എന്നെ കളിയാക്കുന്ന കണ്ടില്ലേ? ഗിരേട്ടാ, അവനിങ്ങനെ കളിയാക്കാതെ അവന്റെ കരുത്തൊന്ന് തെളിയിക്കട്ടെ. ഒരവസരം കൊടുക്ക്. ആ, അവൻ ലോഡ് ഇറക്കട്ടെ. ഇറക്കടാ നീ. പാറു, ഇതൊക്കെ വേണോ? അവന്റെ ഒരു ആഗ്രഹല്ലേ ഉണ്ണി. മര്യാദക്ക് ഇറക്കുന്നുണ്ടെങ്കിൽ ഇറക്കാം. എനിക്ക് വേറെ പണിയുണ്ടെന്ന്. ചെയ്തിട്ട് പൊക്കാൻ പറ്റും. നീ ഇന്ന് ഇറക്കുവോ? ഏട്ടനെ കൂടെ മാറിന്നേ. മാറി നിൽക്ക്. ഗിരേട്ടാ, അവിടെ നിന്ന് മാറി നിൽക്ക്. ഗിരേട്ടാ, ഉണ്ണി പറ്റോടാ? എന്താ ഇറക്കുന്നില്ലേ? പറ്റൂലെങ്കിൽ ഇങ്ങോട്ട് മാറ്. വേണ്ട. അയ്യോ, നിന്റെ അടുത്ത് അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ, ആവശ്യമില്ലാത്ത ഓരോ പണിക്ക് നിൽക്കുന്നു. മതിയായ നിനക്ക്? ടീച്ചറെ, മൂഴക്കുടിയനായ അച്ഛൻ തിരുവാഭരണം മോഷ്ടിച്ച് ഏതോ ഒരു പൂജാരിയുടെ കൂടെ ഒളിച്ചോടിയ അമ്മ. ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് പെണ്ണെടുത്താൽ നമ്മുടെ നാട്ടിൽ നമ്മൾ നാണം കെടും. നമ്മുടെ കുടുംബത്തിന്റെ യശസ് കെട്ടുപോകും. വേണ്ട, നമുക്ക് ഈ ബന്ധം വേണ്ട. സോറി ടീച്ചറെ, വീണ്ടും ഇങ്ങനെ വഴിയിൽ തടഞ്ഞു നിർത്തേണ്ടി വന്നതിൽ സോറി. ടീച്ചറെ, അങ്ങനെ പോവല്ലേ, നിക്കേ. എനിക്ക് പറയാനുള്ളൊന്ന് കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമ്മൾ തമ്മിലൊരു സംസാരം വേണ്ട. വേണം, ഒന്നും കഴിഞ്ഞിട്ടില്ല. ടീച്ചർ അങ്ങനെ കരുതരുത്. ഇപ്പോഴും സമയം വൈകിട്ടില്ല. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. കുട്ടികളുടെ മുന്നിൽ വെച്ച് ടീച്ചറിന്റെ അമ്മാവന്റെ മകൻ എന്നെ തല്ലിയതിന്റെ വിഷമത്തിൽ നാണക്കേടിലുവാ ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി പോയത്. അല്ലാതെ നകുലനെ ഭയന്നിട്ടോ ടീച്ചറിനെ വെറുത്തിട്ടോ അല്ല. ഇവിടുന്ന് പോയെങ്കിലും ഞാൻ എന്നും ടീച്ചറിനെ ഓർക്കുമായിരുന്നു. സത്യം പറയാലോ, ടീച്ചറിനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി മനഃപൂർവ്വം ഞാൻ ടീച്ചറെ മറക്കാൻ ശ്രമിച്ചു നോക്കി.
പക്ഷെ എത്ര ശ്രമിച്ചിട്ടും എനിക്കത് സാധിക്കുന്നില്ല. അതിന് സാധിക്കില്ല ടീച്ചറെ. ടീച്ചർ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല. അതുകൊണ്ടാ ടീച്ചറെ കാണാൻ ഞാൻ വീണ്ടും വന്നത്. എന്റെ അമ്മാവിന്റെ എതിർപ്പുകളെ ഞാൻ കാര്യമാക്കുന്നില്ല. അമ്മാവിന്റെ അനുവാദത്തിന് ഞാൻ കാത്തിരിക്കുന്നില്ല. ഹരി വിവാഹം കഴിക്കുന്നെങ്കിൽ അത് രത്നെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ അമ്മാവനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ പേരിൽ വീട്ടിൽ ഒരുപാട് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടായി. അമ്മാവനിപ്പോ എന്നോട് പിണക്കത്തില്ല. പക്ഷെ എന്റെ മനസ്സ് അമ്മ മനസ്സിലാക്കി. എനിക്കത് മതി. അമ്മയുടെ അനുവാദം മാത്രം മതി. നമ്മുടെ വിവാഹത്തിന് അമ്മ സമ്മതിച്ചു ടീച്ചറെ. ഇനി എന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ വിവാഹത്തിന് ഒരു തടസ്സം ഉണ്ടാവില്ല. എപ്പോ വേണമെങ്കിലും വിവാഹം നടത്താൻ ഞാൻ ഒരുക്കാം. ഇത് പറയാനാ ഞാൻ വന്നത്. എന്റെ അമ്മാവനും ഞാനും കാരണം ടീച്ചറിനും കുടുംബത്തിനുണ്ടായ എല്ലാ വിഷമങ്ങൾക്കും ഞാൻ മാപ്പ് ചോദിക്കുക. കഴിഞ്ഞതെല്ലാം മറന്ന് ടീച്ചർ നമ്മുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കണം. ഇതെന്റെ അപേക്ഷയാണ്. എനിക്കറിയാം ടീച്ചറിന് മാത്രമായിട്ട് ഒരു തീരുമാനം എടുക്കാനാവില്ലെന്ന്. ടീച്ചറിന്റെ ഏട്ടനെ കണ്ടിട്ട് ഞാൻ സംസാരിക്കാം. പക്ഷെ അതിനു മുമ്പ് ടീച്ചറിന്റെ മറുപടി എനിക്കറിയണം. എല്ലാം മറന്ന് നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? എനിക്ക് ടീച്ചറിന്റെ മറുപടി വേണം. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ആ മറുപടി കിട്ടുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നാളെ ഞാൻ ഇവിടെ ഉണ്ടാവും. എന്തേ രാത്രിയില് പണമല്ല എണ്ണിയിരിക്കുന്നേ? ഇപ്പൊ ഈ പണവുമായിട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇപ്പോഴല്ല, നാളെ രാവിലെ സാധനം എടുക്കാൻ വേണ്ടി ടൗണിലേക്ക് പോകുന്നുണ്ട്. അതിനുള്ള എല്ലാം കൂടെ എടുത്തു വെക്കുന്ന. എന്നിട്ട് ഈ വിവരം ഇതുവരെ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ലേ? അല്ല, സാധാരണ അനിയത്തിമാരെയും കൂട്ടിയല്ലേ ടൗണിലെ സാധനങ്ങൾ എടുക്കാൻ പോവാറ്? പക്ഷെ ഇത്തവണ ഞാൻ അവരെ കൊണ്ടുപോകുന്നില്ല. അതെന്തു പറ്റി? നമ്മളിടയ്ക്ക് ടൗണിൽ പോയി കറങ്ങിയതുകൊണ്ടാണോ ഇത്തവണ ആരെയും കൂട്ടാത്തത്? അതുകൊണ്ടല്ലേ പറഞ്ഞു. ഇത്തവണ ഞാൻ പോകുന്നത് സാധനം എടുക്കാൻ മാത്രമല്ല, പിന്നെ ഡോക്ടറെ അന്വേഷിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്.